ഹലോ, എല്ലാവർക്കും ശ്രീസിവ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മുട്ട പപ്സ് എങ്ങനെ ഓവൻ ഇല്ലാതെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു മുട്ട കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനിയും ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ സമയത്ത് നമുക്കിതിനുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിനായിട്ട് സ്റ്റൗവിലേക്ക് ഒരു പാൻ എടുത്ത് വെക്കുക. അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി 1 കപ്പ് സവാള അരിഞ്ഞു കൊടുത്തത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് പരത്തിയെടുക്കാം. അതിനായി കുറച്ച് മൈദ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്യാം. കുറച്ച് മൈദയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു സൈഡ് മടക്കാം. മടക്കിയ ഭാഗത്ത് ഇതുപോലെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുകയും മൈദ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഇനി അടുത്ത ഭാഗവും ഇതുപോലെ തന്നെ മടക്കാം. അതും ഓയിലും ബ്രഷ് ചെയ്ത് മൈദയും ഇട്ട് കൊടുക്കാം. അങ്ങനെ 4 ഭാഗവും മടക്കി ഓയിൽ ബ്രഷ് ചെയ്ത് മൈദ ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. ഇനി ഇതിനെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് 3ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം ഞാൻ 3ആയിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ഷീറ്റ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ പരത്തി കൊടുക്കുക. ഒരുപാട് തിന്നാവാൻ പാടില്ല. ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ടയുടെ പകുതി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മടക്കി എടുക്കണം. മടക്കി എടുത്തതിന് ശേഷം നമ്മൾ ഈ കോർണറൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അടുത്ത ഷീറ്റ് നമുക്ക് എടുത്ത് ഇതുപോലെ പരത്തിയെടുക്കാം.
അപ്പോൾ ഇതിനി സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തതിൻ്റെ ഭാഗങ്ങളെല്ലാം കൂടി ചേർത്ത് ഇതുപോലെ തന്നെ നമുക്ക് കുഴച്ചെടുത്ത് പരത്തിയെടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യുക. ഇനി ഇതെല്ലാം ഒന്ന് എഗ് വാഷ് ചെയ്യാം. നമ്മൾ മുട്ട പപ്സ് കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് സ്റ്റൗവിലേക്ക് ഒരു കുക്കർ വെക്കാം. 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് പപ്സ് ഇട്ട് കൊടുക്കാം. ഞാൻ 2 സെറ്റായിട്ടാണ് ഇത് വേവിച്ചെടുത്തത്. അപ്പോൾ ഇപ്പോൾ 3 എണ്ണം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു കൊടുത്ത് 4-5 മിനിറ്റ് വേവിക്കാം. അതിന് ശേഷം തിരിച്ച് ഇട്ട് കൊടുക്കണം പപ്സ്. അങ്ങനെ 2 സൈഡും വേവിച്ചെടുക്കുക. ഇതിപ്പോൾ രണ്ടാമത്തെ സെറ്റ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ആദ്യത്തെ സെറ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതും ഇതുപോലെ 4-5 മിനിറ്റ് നമ്മൾ വേവിച്ചെടുക്കണം. 2 സൈഡും തിരിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കുക. ഇനി സൈഡൊക്കെ ഇങ്ങനെ വേവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അങ്ങനെ നമ്മുടെ പപ്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത ദിവസം കാണാം. ടാറ്റാ.